ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദ ബ്രഹ്മസുധാമയീ വീണാധരി ശാതോദരീ പാഹി മാം പരിപാഹി മാം ദേവി മഹാത്മ്യലഹരി. നിവേദുട്ടാ, എന്തോ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയോ? ഓ ഓക്കെ, റെഡിയായി? ഓ സെറ്റ്. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചോദിക്കും. ഹരിച്ചേട്ടാ, നിവേദ്, എന്തോ ഹൗ ആർ യു? ഫൈൻ. ഫൈൻ ആയാ? ഓ ഓക്കെ. ഇതൊരു എവർഗ്രീൻ ഹിറ്റ് ഫ്രം ജോൺസൺ മാഷ്, ആ നമ്മുടെ ദാസ് സാർ പൊളിച്ചടുക്കി പാടിയൊരു പാട്ടാണ്. മോനെ ഇതിന്റെ ആലാപ് ഒക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒന്ന് പാടാവോ? ആ ഇപ്പോഴും ആ ഒരു താരേ നേരത്തെ പാടിയപ്പോൾ പിച്ചിങ് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ മോനെ ഈ രാഗത്തിന്റെ ഒരു ഇതുണ്ട്, ഒരു സ്പീഡുണ്ട് ഇതിന്റെ സംഗതീസിനും, ഒരു ഓസിലേഷൻ എന്ന് പറയാം. അത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിച്ചിങ്ങിൻ്റെയാണ്, കാരണം ഇത് ശ്രുതി ചേർന്നില്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ ഭയങ്കര പ്രയാസമാണ്. ബ്രഹ്മകമലം ശ്രീലകമാ എല്ലാ നോട്ടും എല്ലാം സസ്റ്റെയിനാ. ആ രാഗത്തിന്റെ കുറച്ച് ഭാവങ്ങളുണ്ട്, മനസ്സിലായോ? അത് കുറച്ച് ശാതോദരി ഒന്ന് പാടാവോ? വീണാധരി ശാതോദരി. വീണാധരി ശാതോദരി ശാതോ. ഓക്കെ, ഒന്നുകൂടി പാടിക്കേ. ശാതോദരി തരരടാ തരരടാ ഈ സരിഗപ ഈ ഏ ഈ വീണാധരി. വീണാധരി ആ ശാതോദരി ആ ശാതോദരി പാഹി മാം പരിപാഹി മാം. അല്ലേ, ഒരു മോർണിംഗ് രാഗമാണിത്. അപ്പൊ അങ്ങനത്തെ ചില ശ്രുതി ഒന്നാമത് കുറച്ച് സ്വരമല്ലേ ഉള്ളു ആ രാഗത്തില്. അപ്പൊ അത് കറക്റ്റ് നോട്ട് വീണില്ലെങ്കിൽ ഇച്ചിരി പാടാം നമുക്ക് കേട്ടോ. പിന്നെ സർഗസാഗരമാകണം, അതൊന്ന് പാടുക. സർഗസാഗരമാകണം. ഓക്കെ. പിന്നെ ആത്മപൂജാ മുദ്രകളിൽ. ആത്മപൂജാ മുദ്രകളിൽ. മുദ്രകളിൽ മുദ്രകളിൽ. ആ അങ്ങനത്തെ ഫീൽ ഇല്ലേ? അതായത് ഇങ്ങനെ ആത്മപൂജ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടാ ദാസാർ അത് പാടിയിരിക്കുന്നത് അല്ലേ? അതെ. മുദ്രകളിൽ ദേവി താരരേ അല്ലേ? ഭാവ ഒന്ന് പാടിക്കേ. ഭാവതരംഗമുയർത്തേണം. ഓക്കെ. എന്നാലും മോനെ മൊത്തത്തിലൊരു കുറച്ചും കൂടിയൊക്കെ ഒന്ന് പെർഫോം ചെയ്യായിരുന്നു എന്ന് തോന്നി. ഇതിപ്പോ അതുമല്ല, നമ്മുടെ നിവേദിന്റെ ഒരു സേഫ് സോൺ സോങ് ആണ്, കർണാട്ടിക് സെമി ക്ലാസിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഇനി അങ്ങനത്തെ കുറച്ച് വേഴ്സറ്റൈൽ ആയിട്ടുള്ള പാട്ടുകൾ കൊണ്ടുവരണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ശരത് സർ. മോനെ, ഉഗ്രം പാട്ട് ജോൺസന്റെ അതിമനോഹരമായിട്ടുള്ള പാട്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്ന ഇതിൽ ഈ രാഗത്തിൽ നമുക്ക് ഓസിലേറ്റ് ചെയ്യേണ്ട നോട്ട്സ് അല്ലാതെ കുറച്ചൊക്കെ മോൻ പാടിയിട്ടുണ്ട് പാടുമ്പോൾ. അപ്പോൾ അത് സൂക്ഷിക്കണം കേട്ടോ. ചെറിയ ഗാന്ധാരം, ചെറിയ നിഷാദം ഒന്നും കയറി പിടിക്കരുത് കേട്ടോ. രസികരഞ്ജനി രാഗത്തിനൊരു സ്വഭാവമില്ലേ, അപ്പം അത് നമുക്ക് ഈസിയായിട്ട് കണക്ട് ചെയ്യുന്നത് മോഹനത്തിന് ചെറിയ ഋഷഭം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് അല്ലേ? അതിൽ ദൈവതം സാറ്റുതാ വേണം ഓസിലേറ്റ് ചെയ്യാൻ. ചെറിയ നിഷാദം അടുത്താണല്ലോ എന്ന് പറഞ്ഞാൽ അതിനകത്തിട്ട് ചുരണ്ടരുത് കേട്ടോ മോനെ പറയുന്ന. അപ്പം ആ രാഗത്തിൻ്റെ ഛായ മാറിപ്പോവും. പിന്നെ ഈ പരിപാഹിമാം ആ സിംഗപ്പേഷൻ എന്താണ് മോൻ എപ്പോഴും പാടിക്കൊണ്ടിരുന്ന ലാസ്റ്റ് പാടി നിർത്തുന്ന പരിവാഹിമാം സിംഗപ്പേഷനാണ് പാടിക്കൊണ്ടിരുന്നത്. അതൊന്ന് പാടാമോ? പാഹിമാം പരിവാഹി. അത് വീണാധരി ശാതോദരി പാഹി മാം പരിപാഹി മാം. സൂപ്പർ മോനെ, സൂപ്പർ. ഇപ്പോൾ കറക്റ്റായി. പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ വളരെ അങ്ങോട്ട് എടുത്തു വെച്ച് അത് അങ്ങനെ ബലം പിടിക്കേണ്ട കാര്യമില്ല. ദക്ഷിണാമൂർത്തി സ്വാമി പറയുന്ന പോലെ സിനിമാ രാഗം അതങ്ങനെ എടുത്താൽ മതി.
എന്നാലും ഒരു രാഗം ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകൾ എടുക്കുമ്പം പ്രധാനമായിട്ട് അതിൻ്റെ രാഗഛായ പോവാതെ അപ്പം നമ്മൾ ഈ ഓസിലേഷൻസൊക്കെ കുറേയും കൂടെ കൃത്യമായിട്ട് നോക്കി പാടണം കേട്ടോ. ഓക്കെ സർ. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സർ. ശരത് സർ. ഷാനിക്ക നിവേദ് ആ നന്നായിട്ട് പാടിയടാ. താങ്ക് യു സർ. എനിക്ക് തോന്നിയത് കുറച്ചുകൂടെ ഒരു പോളിഷിങ് ആവാമെന്ന് എനിക്ക് തോന്നി. ഫിനസ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അതെന്ന് പറഞ്ഞാൽ ഈ കുറച്ച് ഒന്ന് റൗണ്ടഡ് ആവാൻ തോന്നി. എനിക്ക് എന്താണെന്ന് അറിയാം, എനിക്ക് നിവേദിൻ്റെ ഒരു സേഫ് സോൺ സംഭവമായിട്ടാണ് വന്നിരിക്കണേ. അപ്പം നമ്മളിവിടെ ബ്രേക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതും ഈ സേഫ് സോൺ കളിയാണ്, മനസ്സിലായില്ലേ? അപ്പം നിവേദ് സ്ഥിരം പാടുന്ന ലൈനിൽ ഉള്ളൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അതൊക്കെ ഫസ്റ്റ് പാടുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇമ്പ്രസ്ഡ് ആവും. സെക്കൻഡ് പാടുമ്പോൾ ഇത് ഇവൻ കഴിഞ്ഞ തവണ പാടിയത് അത് ആ ഒരു ടൈപ്പ്. ഇത് പിന്നെ വരുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ അവൻ്റെ സ്ഥിരം ഇത് തന്നെയല്ലേ, ആ ഒരു ഇതിലേക്ക് പോകും, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ വേറൊരു സാധനം കൊണ്ടുവരണം ഇനി. അതാണ് എല്ലാവരോടും പറയാനുള്ളത്, അതാണ് കേട്ടോ. കേട്ടോ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. നിവേദൂട്ടാ മാർക്സ് ചോദിക്കാം. ഓക്കെ. ഹരിച്ചേട്ടാ 8.5. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക 8. താങ്ക് യു സർ. 16.5 മാർക്സ്. ഓക്കെ, ശരത് സാറിന്റെ മാർക്ക് അവിടെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി കുറച്ചുകൂടെ വേറെ സോങ്സ് എടുക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Ni pa ma ga sa sa